പാർട്ടിയോടും പാർട്ടി സെക്രട്ടേറിയറ്റിനോടും പാർട്ടി ഡിസിപ്ലിനോടും പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകനെന്ന അവകാശവാദമില്ലാതെ എല്ലാ ആദരവോടും കൂടി സഖാവ് നെട്ടൂരാൻ പറയുകയാണ്. വികാരാവേശത്തോടെ എന്റെ സുഹൃത്തുക്കളായ സഖാക്കൾ പറഞ്ഞ വിവരക്കേടിന് വിശദീകരണം നൽകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നോ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. നിർഭാഗ്യകരമായി പോയി. നെട്ടൂരാന്റെ വളർച്ചയാണ് ഇപ്പോൾ പാർട്ടിക്കാർക്ക് പ്രശ്നം. പാർട്ടി വളരാൻ നെട്ടൂരാൻ എന്ത് ചെയ്തു എന്നുള്ളത് അവർക്കൊരു പ്രശ്നമല്ല. ഞാൻ ഇറങ്ങട്ടെ സാർ. തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ നെട്ടൂരാനെ. അധികാരത്തിലിരിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണിത്. ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ്. അയ്യോ, ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന വയസ്സൻ ആനയുടെ അത്ര ആവേശമില്ലല്ലോ ആനപ്പുറത്തിരിക്കുന്ന സഹാവിന്റെ ചിന്താബാദ് വിളിക്ക്. നല്ല സ്ട്രോങ് ആയിട്ടൊരു സിന്ദാബാദ് തന്നെ. ഇൻകുലാബ് സിന്ദാബാദ്. ആ, മോന് വിശക്കുന്നുണ്ടല്ലേ? ഉണ്ടോട്ടെ, എനിക്കറിയാം. മോൻ ഇറങ്ങി അമ്മച്ചോടി എന്ന് പറ, മേശപ്പുറത്ത് എല്ലാം വിളമ്പി വെക്കാൻ. ഉണ്ണിത്താനെ, പാർട്ടിക്കാരുടെ മുമ്പില് ഞാനിപ്പം വെറും മുതലാളി മാത്രമാണോ? അതുകൊണ്ട് ഇപ്പൊ 4 നേരം വല്ലതും കഴിച്ചോണ്ട് കിടക്കുന്നു. അന്ന് നല്ല ബുദ്ധി തോന്നി ഇത്രയും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ സഖാവ് നെട്ടൂരാൻ ഇപ്പൊ പട്ടിണി കോലമായി. അന്നമ്മ പറയി പറ്റ് പന്തിരികുലം പോലെ 12 പെറ്റ് അതുങ്ങളെല്ലാം കൂടി വല്ല പലഹാരക്കടയുടെ മുമ്പിലും ചെന്ന് നിന്ന് വായി നോക്കി കൊതിവെള്ളം ഇറക്കുന്നുണ്ട് സഹിക്കാൻ വയ്യാതെ മൊയിലാളി വല്ല കടപ്പുറത്തും ചെന്ന് വിഷമടിച്ച് ചത്തു കഴിയുമ്പോ അന്നമ്മയും പിള്ളേരെയും പിടിച്ചു നിർത്തി ഒരു ഫോട്ടോയും എടുത്ത് പത്രസമ്മേളനവും നടത്തി നെട്ടൂരാൻ കുടുംബസഹായ ഫണ്ട് ഉണ്ടാക്കി പുഴുങ്ങി ഊട്ടി ഒലത്തിയേനെ പാർട്ടിയിലെ കരിങ്കാലികള്. മതി മതി മതി. എന്താ പിടിക്കണില്ലേ? മതി എങ്കി മതി. മൊയിലാളി എങ്കി മൊയിലാളി. ഉണ്ണിത്താൻ പോയി വല്ലതും കഴിക്കേ. പിന്നെ പറഞ്ഞില്ലേ? 32 ലക്ഷം. 35 ലക്ഷം. എന്താ? എങ്കിൽ 45 ലക്ഷം. 45 ലക്ഷം. 45 ലക്ഷം ഒരു തരം, 45 ലക്ഷം 2 തരം, 45 ലക്ഷം 3 തരം. ലേലം നെട്ടൂർ എന്റർപ്രൈസസ് ഉടമ നെട്ടൂർ സ്റ്റീഫന്റെ പേരിൽ സ്ഥിരപ്പെടുത്തുന്നു. 45 ലക്ഷത്തിന് എവിടെ മുതലാകാനാ? ലേലം എനിക്ക് വിട്ടുതരണം, വെറുതെ വേണ്ട. 5 ലക്ഷം രൂപയുണ്ട്. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ, അല്ലെങ്കിൽ ഞാനങ്ങ് വിട്ടുകളഞ്ഞനെ. നെട്ടൂരാൻ അറിയാൽ ഒരു 35 ലക്ഷത്തിന് ലേലം എനിക്ക് ഉറപ്പിച്ചു കിട്ടും. കഷ്ടിച്ച് നിന്ന് പിഴയ്ക്കാം. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഇതെത്രയുണ്ട്? 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയെ ലേലത്തിൽ നിന്ന് പിന്മാറാൻ 5 ലക്ഷം രൂപ എറിയണമെങ്കിൽ ചുരുങ്ങിയത് 50 ലക്ഷം രൂപയെങ്കിലും ഒറ്റയടിക്ക് അയാൾ ഉണ്ടാക്കും. കള്ള ബെടുവ. പാർട്ടിയിൽ അവൻ എനിക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കല്ലേ ഉണ്ണിത്താനെ. പണിഞ്ഞാൽ എനിക്കും പണി അറിയാമെന്നൊന്ന് കാണിച്ചു കൊടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിനി കള്ളനോട്ടോ വല്ല ആണോ? മൊത്തത്തിലുള്ള ഒരു വ്യാജന. പിന്നെ അച്ചായോ, ഫെലിക്സ് അച്ഛൻ കാണാൻ വന്നിരിക്കുന്നു. ആ, വരുന്നു. നമസ്കാരം അച്ചോ. നമസ്കാരം. അച്ഛൻ എഴുന്നാട്ടെ. സുഖമല്ലേ സ്റ്റീഫ? അതെ അച്ചോ. എല്ലാ കാര്യങ്ങളും അന്നമ്മ എന്നോട് പറയാറുണ്ട്. പിന്നെ ഞാൻ വന്നത് പള്ളിക്കാര്യങ്ങളിലൊന്നും തനിക്ക് താല്പര്യമില്ലാന്ന് എനിക്കറിയാം. എന്നാലും ഒരാവശ്യം വരുമ്പോ നിങ്ങളോടൊക്കെ അല്ലാതെ പിന്നെ ആരോടാ ചോദിക്കുക? നമ്മുടെ പള്ളിയുടെ വകയായി ഒരു അനാഥ മന്ദിരം നടത്തുന്ന കാര്യം അറിയാമച്ചോ? ഇപ്പോ അവിടുത്തെ സ്ഥിതി വളരെ മോശമാണ്.
7 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ള 5 പിള്ളേർക്ക് അന്നം ഊട്ടി തുടങ്ങിയതാ. 58 അന്തേവാസികളുണ്ട് ഇപ്പോ. ഇടവക പ്രമാണിമാര് കുരിശടി വലുതാക്കാനും പള്ളി മോടി പിടിപ്പിക്കാനേ കാശ് തരൂ. ഇക്കാര്യം കേൾക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല. ആ, സത്യം പറഞ്ഞ സ്റ്റീഫ, കഷ്ടിച്ച് 2 നേരം അവർക്ക് ആഹാരം കൊടുക്കാൻ പോലും പറ്റുന്നില്ല. എന്തെങ്കിലും സഹായം ചെയ്യണം, തനിക്ക് കഴിയുന്നത് പോലെ. ഉണ്ണിത്താനെ, ഓ, മുഴുവനും ഉണ്ട്. അതിങ്ങ് തന്നെ. ഇതാച്ചോ 5 ലക്ഷം രൂപയുണ്ട്. ഇത്രയും വലിയൊരു തുക സ്റ്റീഫ? ഇല്ലച്ചോ, അന്നമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ അന്ന് അച്ഛൻ തന്ന 50 രൂപയുടെ വില ഈ 5 ലക്ഷത്തിനില്ല. എന്റെ സന്തോഷം ഞാൻ ആരോടാ പറയേണ്ടത്? കർത്താവേ, എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് നൽകണമേ. പറയാനുള്ളത് പറയേണ്ട സമയത്ത് ഉണ്ണിത്താൻ പറഞ്ഞില്ല എന്ന് പറയരുത്. 5 ലക്ഷം രൂപയും കൊണ്ട് അസ്ത്രമിട്ട പോലെ ഫെലിക്സ് അച്ഛൻ പോയത്. പാർട്ടി ഉണ്ടാക്കി ഇന്നിപ്പോ പാർട്ടിയിൽ ആരും അല്ലാതായി. റവന്യൂ എൻഫോഴ്സ്മെന്റ് ആണ്. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്തിനാ? ഇവിടെ കള്ളപ്പണമൊന്നും ഇരിപ്പില്ല. ഇൻകം ടാക്സ് റിട്ടേണുകൾ കൃത്യമായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. പിന്നെന്തിനാ ഇപ്പോൾ ഒരു സെർച്ച്? ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ. ക്യാരി ഓൺ. റവന്യൂ എൻഫോഴ്സ്മെന്റ്, ഞങ്ങൾക്ക് ഈ ഹോട്ടൽ ഒന്ന് പരിശോധിക്കണം. സാർ, മുതലാളി ഒന്ന് വിളിക്കണം. നോ പുറത്തേക്ക് ഇറങ്ങണം. ആ, നിങ്ങളിവിടെ ഇരിക്കണം. നിങ്ങൾ കൂടെ വരണം. കൂടെ ചെല്ലുണ്ണി തന്നെ. ദേവകിയമ്മയ്ക്ക് നാളെ വീട്ടിലോട്ട് പോണേ, പോയേച്ചുവാ. അന്നമ്മോ, അടുക്കളയിൽ നിന്ന് ഇറങ്ങി കൊടുത്തേ. എന്തിനാ? ഈ സാറന്മാർക്ക് ഇവിടെ എല്ലാം ഒന്ന് പരിശോധിക്കണമെന്ന്. ആ, ഇറങ്ങണം. എനിക്കറിയില്ല സാർ. അറിഞ്ഞൂടെ, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. സെർച്ച് ചെയ്. ഇറങ്ങൂടെ ഇങ്ങോട്ട്. റോങ് നമ്പർ. കഴിഞ്ഞോ? കഴിഞ്ഞു. ഇവിടെ ബ്ലാക്ക് മണി ഉണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീട് സെർച്ച് ചെയ്തത്. ഇതിന്റെ പേര് സെർച്ച് എന്നല്ല, ഈ കാണിച്ചിട്ടിരിക്കുന്നതിന്റെ പേര് തെമ്മാടി തരവെന്നാ. മുതലാളി ചോദിക്കണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. വരട്ടെ. നിന്നേ, 2 കാര്യങ്ങൾ ചെയ്തിട്ടേ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂ. എന്റെ വീട് സെർച്ച് ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി ഒപ്പിട്ട് തന്നിട്ട് പോണം. 2, ഈ വാരി വലിച്ചിട്ടിരിക്കുന്ന സാധനങ്ങള് പഴയതുപോലെ ഇരുന്നെടുത്ത് അടുക്കി വെച്ചിട്ട് പോണം. ഒരുപാട് മുതലാളിമാരെ കണ്ടിട്ടുള്ളതാ ഞങ്ങള്. വെറുതെ പ്രഷർ കൂട്ടണ്ട. പ്രഷറും പ്രമേഹവും ഉള്ള മുതലാളിമാരെ നീയൊക്കെ കണ്ടിട്ടുള്ളൂ. ഒരടി മുമ്പോട്ട് വെച്ച് അടിച്ച് പല്ലേം താഴെയിടും. എന്തിനെങ്ങനെ ഒച്ചത്തി സംസാരിക്കുന്നേ? സാർ ഇരിക്കണം. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അതുപോലെ എഴുതി ഒപ്പിട്ട് കൊടുത്താട്ടെ. അപ്പോഴത്തേക്ക് ഞാനും പാസിയും കൂടി ഇതൊക്കെ അടുക്കി വെച്ചോളാം. സാർ എന്നാട്ടെ. സാറും ഇരിക്കണം. വെറുതെ. പാസിയേ, ഒന്ന് വന്നേട്ടെ. ഹലോ, അതെ. നെട്ടൂരാനാണ്ടോ? റെയ്ഡ് കഴിഞ്ഞ് താൻ പറഞ്ഞയച്ച അവന്മാര് പോയി. താൻ തന്ന 5 ലക്ഷം രൂപയും കൊണ്ടുപോയി. ലേലം എന്റെ പേരിൽ ഞാനങ്ങ് സ്ഥിരപ്പെടുത്താൻ പോവാ. എതിരഭിപ്രായമൊന്നുമില്ലല്ലോ? ആ, അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ. നീ എന്നോട് കളിക്കല്ലേ? നിന്നെ ഞാൻ കളി പഠിപ്പിക്കുവാടാ കണ്ണം മുതലാളി. വണ്ടി നിർത്ത്. ലോറി നിർത്ത്. അമ്മേ, എന്താ കാര്യം? ഈ ലോഡ് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അയ്യോ, ഈ ലോഡ് ഇവിടുന്ന് കൊണ്ടുപോകാൻ ഈ സാറ് സമ്മതിക്കില്ലെന്ന്. എന്താ ഇനി പ്രശ്നം? മുതലാളിക്ക് എന്നെ പരിചയമില്ല. ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാ. ഓ, എന്താ എന്റെ പേര്? എന്റെ പേര് മാധവൻ. നിങ്ങൾ കണ്ണം മുതലാളിയുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടില്ലേ? അത് തിരിച്ചു കൊടുത്താലേ തടിയും കൊണ്ട് ഇവിടുന്ന് പോകും. പാർട്ടി തീരുമാനമാണോ സഖാവേ? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടടാ. കണ്ണന്റെ നക്കാപ്പിച്ചേം പറ്റി അവന്റെ വാലാട്ടിപ്പട്ടികളെ പോലെ എന്ന് ഗുണ്ടായിസം പറഞ്ഞ നീയൊക്കെയാണോടാ നെട്ടൂരാനോട് പാർട്ടിയെ പറ്റി സംസാരിക്കുന്നത്? താൻ ആരാണെന്നോട് തന്റെ വിചാരം? പണ്ടെങ്ങോ പാർട്ടി കുറെ സിന്ദാബാദ് വിളിച്ചതിന്റെ പേരിൽ പാർട്ടിയെ തൊഴിലാളികളെ വഞ്ചിച്ച് കുറെ കള്ളക്കാശം ഉണ്ടാക്കിയെന്നല്ലാതെ തനിക്ക് എന്തോന്നാണോ പാർട്ടിയോടുള്ള ബന്ധം? പണ്ടെങ്ങോ സിന്ദാബാദ് വിളിച്ചെന്നോ? എടാ, എന്നെ പോലുള്ളവർ വിളിച്ച സിന്ദാബാദ് പാഴായി പോകാത്തതുകൊണ്ടാ നീയൊക്കെ സഖാവ് ചമഞ്ഞ് നടക്കുന്നത്.
ലേലം പിടിക്കാൻ അറിയാമെങ്കിലേ ഇവിടുന്ന് തടി കൊണ്ടുപോകാനും നെട്ടൂരാൻ അറിയാമെന്ന് നിന്റെ കണ്ണം മുതലാളിയോട് പറഞ്ഞേക്ക്. ഉണ്ടിത്താനെ വണ്ടി എടുക്ക. ദിവാര വണ്ടി എടുക്ക. ഈ കുഴിയാനെ ഒന്ന് തളയ്ക്കേ. വിട്ടോ മാറി നിൽക്ക് കുഞ്ഞുങ്ങളെ, വണ്ടി കടവയ്ക്കല്ലേ. പുറകിന്ന് വണ്ടി വരുന്നുണ്ടേ. എന്റെ മണ്ഡലത്തിലെ ലോക്കൽ കമ്മിറ്റി സഖാവിനെയാണ് നെട്ടൂരാനും ഗുണ്ടകളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. ഒരു തർക്കത്തിന് മധ്യസ്ഥത പറയാനാണ് സഖാവ് മാധവൻ അവിടെ ചെന്നത്. എന്ത് തർക്കം? നെട്ടൂരാൻ കോൺട്രാക്ടർ കണ്ണൻ സാറിന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. അത് നിൽക്കട്ടെ, ഈ പറയുന്നത് പാർട്ടിയുടെ കാര്യമല്ല. പാർട്ടിയുടെ കാര്യമാണ്. കണ്ണൻ പാർട്ടി അനുഭാവിയും നെട്ടൂരാൻ പാർട്ടി മെമ്പറുമാണ്. ഇതിനു മുൻപും നെട്ടൂരാൻ കണ്ണന്റെ വീട്ടിൽ കയറി ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി കണ്ണൻ എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട്. പരാതിപ്പെടേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ്, അല്ലാതെ പോലീസ് മന്ത്രിയോടല്ല. സഖാക്കളെ, നെട്ടൂരാൻ ഒരു സഖാവിനെ കയ്യേറ്റം ചെയ്തത് തെറ്റ് തന്നെയാണ്. കണ്ണനെ പാർട്ടിയുടെ ഒരു അനുഭാവിയായി പൊക്കി കാണിക്കാൻ ഇവിടെ ചിലർ ശ്രമിച്ചതുകൊണ്ട് എനിക്കും ചിലത് പറയാനുണ്ട്. പാർട്ടിയിലെ ചില സഖാക്കളുടെ പിൻബലത്തോടെ കണ്ണൻ നെട്ടൂരാനെ പലതരത്തിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതായി എനിക്കറിയാം. കൂപ്പുലേലത്തിൽ നിന്നും പിന്തിരിയാൻ നെട്ടൂരാൻ 5 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ട് റവന്യൂ എൻഫോഴ്സ്മെന്റിൽ നെട്ടൂരാന്റെ വീട്ടിൽ കള്ളപ്പണമിരിപ്പുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് അയാളെ കൊടുക്കാൻ നോക്കി ഈ കണ്ണൻ. പച്ച കള്ളമാണ് മിനിസ്റ്റർ പറയുന്നത്. നിങ്ങളുടെ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കുന്ന ഒരുത്തനെ പിടിച്ച് മുതലാളിയാക്കി കള്ളക്കാശിന്റെ അഹങ്കാരത്തിൽ അവൻ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെയൊക്കെ ന്യായീകരിച്ച് സംസാരിക്കാൻ മിനിസ്റ്റർക്ക് നാണമില്ലേ? നോ, മിനിസ്റ്റർ സേതുലക്ഷ്മി അല്ലെങ്കിൽ സഖാവ് സേതുലക്ഷ്മി. ഞാൻ നിങ്ങളെ മിനിസ്റ്റർ എന്നാണ് സംബോധന ചെയ്തത്. നെട്ടൂരാനെ സസ്പെൻഡ് ചെയ്യണം പോറ്റി സാർ. പാർട്ടി ഡിസിപ്ലിന്റെ ആവശ്യമാണ്. സസ്പെൻഷൻ അല്ല, ഡിസ്മിസ് ചെയ്യണം. അതെ, ഡിസ്മിസ് ചെയ്യണം. എന്തിനാ മുതലാളിമാർ നമ്മുടെ പാർട്ടിക്ക്? പോറ്റി സാർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഏതായാലും ഈ പോക്ക് പാർട്ടിയുടെ ഐക്യത്തിന് യോജിച്ചതല്ല. നെട്ടൂരാനെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. നെട്ടൂരാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. നെട്ടൂരാന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. ഇതൊരു കള്ളക്കടത്ത് കോട്ടയാണ്. എന്നെ പോലൊരു തൊഴിലാളിയെ കയ്യേറ്റം ചെയ്ത മുതലാളി നെട്ടൂരാന്റെ നട്ടല്ലൊടിച്ച് എന്റെ കാൽക്കൽ കൊണ്ടിടാൻ കഴിവില്ലാഞ്ഞിട്ടല്ല ഈ പ്രതിഷേധ യോഗത്തിലൂടെ പാർട്ടി ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. ഒരു താക്കീതിലൂടെ ഒതുക്കാവുന്ന ഗുണ്ടായുസമേ ഈ മുതലാളി ശുംഭന്റെ കയ്യിലുള്ളൂ. ഇവനെന്താ മുതലാളിയായതെന്ന് എല്ലാവർക്കും അറിയാം. മേടയിൽ ഇട്ടിച്ചെന്ന നല്ലവനായ ഒരു മനുഷ്യന്റെ ബാല്യക്കാരായി നിന്ന് അവിടുത്തെ പഴങ്കഞ്ഞി കുഴിച്ച് ആ മുറ്റ തന്തി ഉറങ്ങി സഖാവ് ചമഞ്ഞ് ഇട്ടിച്ചന്റെ ഒരേ ഒരു മകൾ അന്നമ്മയും കൊണ്ട് ഒളിച്ചോടിയ ഭീരുവാണ് ഇന്നത്തെ നെട്ടൂരാൻ മുതലാളി. ഇയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പോലും. പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇയാളുടെ മറ്റൊരു അവകാശവാദം. വളരെ ശരിയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒളിവിലെ സഖാവായി പാവപ്പെട്ട കർഷക കുടിലുകളിൽ കയറിപ്പറ്റി ഒരുപാട് അവിഹിത ഗർഭങ്ങൾ ഉണ്ടാക്കി ഒരുപറ്റം അനാഥ കുഞ്ഞുങ്ങളെ പട്ടിണി കിടക്കാൻ പടച്ചുവിട്ടിട്ടുണ്ട് ഇയാൾ. പേ പിടിച്ചവനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? പറ്റില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ.